നീ എന്റെ വാക്ക് കേൾക്കാതെ വീടിനകത്ത് കാലുകുത്തിയ നാളെ നേരം വിളിക്കുമ്പോ നീ ഇവിടെ കാണുന്നത് എന്റെ ശവമായിരിക്കും. ഈ സത്യഭാമയെ പറയുന്നത് ചെയ്യാനുള്ള മനക്കെട്ടിയും തൊണ്ടയുടെ ഉള്ള സത്യഭാമ. അയ്യോ, വല്ലാത്തൊരു ആക്സിഡന്റ് ആയി പോയല്ലോ. അയ്യോ, ഒന്നും പറയണ്ട കുഞ്ഞെ, സമയദോഷം ഒന്ന് പറഞ്ഞാ മതി. ആ പിന്നെ എടാ മക്കളെ, നിങ്ങളെ കാണാത്തോണ്ടേ ഞാൻ ഇയാളെ കൊണ്ട് നിങ്ങൾ വിളിപ്പിക്കാൻ തുടങ്ങുമായിരുന്നു. ഹാ മോളെ, ഇങ്ങോട്ട് കയറി വാടി. അതെ, ഇന്നലെ ഭാമ വഴക്കൊന്നും കാര്യമാക്കണ്ട. ഓ, അവൾ അങ്ങനെ എന്തൊക്കെ പറഞ്ഞേക്കുന്നു. അതെ, അവൾ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കയറാതിരിക്കണമെങ്കിലേ എനിക്ക് വീട്ടിലേക്ക് വരാനേ പറ്റത്തില്ലായിരുന്നു. ഇങ്ങോട്ട് കയറി വാ. ഈ വീട്ടിൽ കയറി പോരുതെന്നാ പറഞ്ഞത്. എന്റെ മകൻ വിഷ്ണുവിനെ കൊന്നുകളാ നീ. അതുകൊണ്ട് നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. നീ എന്തോന്ന് ഭ്രാന്തായി പറയുന്നേ? വിഷ്ണു അല്ലേ നിൽക്കുന്നേ? പിന്നെ വിഷ്ണുവിന് ആരും ഒന്നും നന്ദി പറയുന്നേ? രാഘവേട്ട, രാഘവേട്ടൻ ഓർമ്മക്കുറവില് പറയുന്നതാ. ഞാൻ പക്ഷെ നല്ല ഓർമ്മയോടും നല്ല ബോധത്തോടും കൂടി പറയാ, നീ ഇതിനകത്തേക്ക് കയറരുത്. അല്ല സത്യമേ, നീ ഇവിടുത്തെ ഡ്രൈവറാ. നീ ആ സ്ഥാനത്ത് നിന്നാ മതി, മനസ്സിലായല്ലോ? കുടുംബകാര്യങ്ങളിലെ ഇടപെടേണ്ടെന്ന്. ഭാമേ, നിനക്ക് നോട്ടായോ? ഇവ നിനക്ക് വെറും ഡ്രൈവറല്ലയോ? നിനക്കും വെറും ഡ്രൈവറായിരിക്കും. പക്ഷേ ദേ ഇവക്കൊണ്ടല്ലോ, ഇവനെല്ലാമാ. ഒരു മനസ്സും രണ്ട് ഹൃദയമായിട്ട് നടക്കുന്നവരാ ഇവര്. അവളെ പുറത്താക്കിയാലേ ഇവനെ പുറത്താക്കിയ പോലാ. ഇവനെ പുറത്താക്കിയാലേ നീ പക്ഷെ ഒരാളെ കൂടെ പുറത്താക്കേണ്ടി വരും. ഈ എന്നെ എന്റെ മോനും മരുമോളും ഉള്ളിടത്തോളം കാലമേ ഞാനോട് ഉണ്ടാവും. രാഘവേട്ടൻ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കുന്നത്. എന്റെ ഇഷ്ടങ്ങള്, എന്റെ സ്വപ്നങ്ങള്, എന്റെ ചിന്തകള് അതെല്ലാം നഷ്ടപ്പെടുത്തിയത് ദൈവത്തിയ. അതിനെനിക്ക് എന്റേതായ രീതിയിൽ ഒരു സമാധാനം കിട്ടണം. അതിന് ഇതല്ലാതെ എനിക്ക് മറ്റൊരു മാർഗമില്ല. പക്ഷെ എനിക്ക് മനസ്സമാനം കിട്ടണമെങ്കിലേ ഇവർ രണ്ടുപേരും അകത്ത് കയറണം. മോളെ, നീ ഇങ്ങോട്ട് വരിവാ. ഇവിടെ അങ്ങനെ പലതും പറയും. ഈ വീട്ടിലെ മരുമോളാ നീ, എന്റെ മോന്റെ ഭാര്യ. അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലമേ നിനക്ക് ഈ വീട്ടിൽ കയറാൻ അർഹതയുണ്ട്. ഇങ്ങോട്ട് കയറി വാ. നീ ഇങ്ങോട്ട് കയറി വാ. ഇങ്ങോട്ട് കയറി. അവൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അത് രാഘവേട്ടന് മനസ്സിലാവില്ല. പക്ഷെ നിനക്കത് മനസ്സിലാകും. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നീ ഇതിനകത്ത് കയറാൻ പാടില്ല. കയറിയ എന്റെ മകന്റെ ആത്മാവ് ഒരു കാലത്ത് നിന്നോട് പൊറുക്കില്ല. കേട്ടോ മക്കളെ, നിങ്ങൾ എന്തിനാ ഈ ബോധത്തോളം പറയുന്നത് കേൾക്കുന്നേ? സ്വന്തം മോനോട് വടി പോലെ കൺമുമ്പിൽ നിൽക്കുമ്പോ അവൻ ഭൂമി ജീവിച്ചിരിപ്പില്ലെന്ന് പറയുന്ന ഒരു അമ്മയോടെ
നിങ്ങളങ്ങ് ക്ഷമിച്ചേക്ക്. അതിലേ എന്നിട്ട് സന്തോഷത്തോടെ വീട്ടിനകത്തോട് കയറിപ്പോ. അവളതൊക്കെ പറയും, ഇതിനപ്പുറവും പറയും. ചുമ്മാ ഞങ്ങൾ ഇങ്ങോട്ട് കയറ്, ഞങ്ങളതൊന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ. അതുകൊണ്ട് മക്കളെ, മക്കളെ ഡി ഇങ്ങോട്ട് വരുവാടി. ഡി ഇത് നിങ്ങളുടെ വീടില്ലയോ? നിങ്ങൾക്ക് ജീവിക്കാനേ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ. ഇങ്ങോട്ട് വരിക, അച്ഛനെ പറഞ്ഞേ വാ. എടി, നീ എന്റെ വാക്ക് കേൾക്കാതെ ഈ വീടിനകത്ത് കാലുകുത്തിയ നാളെ നേരം വിളിക്കുമ്പോ നീ ഇവിടെ കാണുന്നത് എന്റെ ശവമായിരിക്കും. ഈ സത്യഭാമയെ പറയുന്നത് ചെയ്യാനുള്ള മനക്കെട്ടിയും തൊന്റെ ഉള്ള സത്യഭാമ. എന്നെ പരീക്ഷിക്കാൻ നിൽക്കണ്ട. ഇന്ന് നീ തോറ്റുപോകും. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? അവക്ക് വട്ടായി, അങ്ങനെ കൂട്ടിയാ മതി. സത്യ ദേ അമ്മ വന്നു. ശിവനങ്ങളുണ്ടല്ലോ. അമ്മേ, അമ്മ എവിടെയും പോണ്ട. പോവാണെങ്കിൽ ഞങ്ങളെയും കൊണ്ടുപോകണം. നമുക്ക് പോവാം. നമ്മളിനി ഇവിടെ അല്ല താമസിക്കുന്ന. മകളെ മകളെ മോളെ, നിങ്ങൾ അച്ഛനെ വിട്ടിട്ട് പോവാന്നോ? അച്ഛാ, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. അപ്പോഴേക്കും സത്യാമ്മയുടെ ദേഷ്യമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. അതുവരെ അച്ഛൻ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. എന്നാലും മക്കളെ, എന്തായാലും നിങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരത്തില്ലേ? വരും അച്ഛാ, ഉടനെ വരും. വരാതിരിക്കാൻ പറ്റില്ലല്ലോ. മകളെ, മകളെ, മോളെ